ഹായ് ഹൂ അങ്ങനെയൊന്നും പറയാൻ ഞാൻ കോക്കല്ല, കോക്കല്ല. എന്നാലും ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. പച്ചക്ക് പറയും വിനായകൻ എന്നൊരു ഐറ്റം ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. പക്ഷെ കൊറോണ സമയത്ത് ആ ID നഷ്ടപ്പെട്ടു പോയി. പക്ഷെ ഇന്നിപ്പോ പറയാൻ ഉദ്ദേശിക്കുന്നത് ചന്ദ്രലേഖ എന്ന പ്രിയദർശൻ എന്ന സംഗി ണാപ്പന്റെ ഒരു പടത്തിനെ കുറിച്ചാണ്. ഇന്നും ചന്ദ്രലേഖ എന്ന് പറഞ്ഞ പടം ഇപ്പം ഏതെങ്കിലും ചാനൽ വരാറുണ്ടോന്നും അറിയില്ല. കാരണം ഇന്ന് കണ്ട ഒരാൾക്കും ദഹിക്കില്ല. അമ്മാതിരി ചളി, നമ്പർ 1 ചളി കോമഡി. കംപ്ലീറ്റ് സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ഇമാതിരി ചളി. എന്തൊക്കെയാണ് ഇവന്മാർ പറയുന്നത്, എന്തൊക്കെ ഉണ്ടാക്കി കൂട്ടുന്ന അറിയില്ല. അന്നത്തെ ജനങ്ങൾക്ക് എങ്ങനെയോ ദഹിച്ചു പോയി. അതുകൊണ്ട് പടം ഒരു സൂപ്പർ ഹിറ്റ്, ഒരു മെഗാ ഹിറ്റിലേക്ക് ഒക്കെ കുതിച്ചു പോയി. പക്ഷെ എൻ്റെ തിയേറ്ററിൽ 3 ആഴ്ച ഓടിയൊരു പടമാണ്. ആ 3 ആഴ്ച ഓടുന്ന സമയത്ത് ഞാൻ വിചാരിക്കാറുണ്ട്, ഇതിനകത്ത് എന്താണ് ഈ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇതിൽ ഓരോ കോമഡി ഇതിനകത്ത് എന്നെല്ലാം പറഞ്ഞിട്ട് ലോട്ടം അതിനൊക്കെ പറഞ്ഞിട്ട് നിന്നെ ഞാനിപ്പോ കൊല്ലും എന്നെല്ലാം പറഞ്ഞിട്ട് കുറെ ഐറ്റംസ് അങ്ങനെ പറയാ. ഇവന്മാര് ഇതിനകത്ത് ശുദ്ധ വിഡ്ഢികള്. അതായത് നെൽവിടി കൊണ്ട് അടക്കമുള്ള ആൾക്കാരൊക്കെ പമ്പര വിഡ്ഢികളാണ്. അവര് എത്ര അവരുടെ മുമ്പിൽ കള്ളത്തരം ചെയ്താൽ അവർക്കൊന്നും മനസ്സിലാവില്ല. അതൊരു അപാര കണ്ടുപിടും. അതിനിടയ്ക്ക് ഇവനൊരു പ്രിയദർശൻ ഉണ്ടാക്കി തിരികെ കെട്ടിയ ഒരു ഐറ്റം ഉണ്ടായിരുന്നത് നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോന്നറിയില്ല. അതിനകത്തൊരു റൂമിൽ വെച്ചിട്ട് ചന്ദ്രലേഖന ആ ചന്ദ്രയുടെ ഒരു ഡ്രസ്സ് മാറ്റുന്ന സമയത്ത് ആൽബി എന്ന മോഹൻലാൽ അതിനുള്ളിൽ കയറിയിട്ട് എന്താ പറയാ, അവളെ ഡ്രസ്സ് മാറ്റണം. അപ്പം ഭർത്താവ് ഉള്ളിൽ കയറാം എന്ന് പറഞ്ഞിട്ട് കയറ്റിയിട്ട് പെട്ടെന്ന് ഡ്രസ്സ് ഇങ്ങനെ വലിച്ചു മാറ്റുന്ന സമയത്ത് ഇന്നസെന്റ് പുറത്ത് ആദ്യം പിടിച്ചിങ്ങനെ നിൽക്കും. അപ്പം പെട്ടെന്ന് അവൻ പുറത്ത്, മോഹൻലാൽ പുറത്ത് വരുന്ന, നീ എല്ലാം കണ്ടില്ലേ ഇപ്പൊ പറയും. മോഹൻലാൽ ഇങ്ങനെ ചിരിച്ചോണ്ട് ഇങ്ങനെ ആട്ടുമ്പോ ഒരു നേഴ്സ് വന്നിട്ട് പറയും, എന്താണോ ഭാര്യയല്ലേ, ഒന്ന് നോക്ക് പോലും ചെയ്യാൻ. അപ്പോഴും നീ നായരാണല്ലേ. ഹോ, കോൾമയിര് കൊണ്ടുപോയി നായന്മാർക്കെല്ലാം അതിലെ കൂടെ അങ്ങ് കയറി ഇതിലെ കൂടെ അങ്ങ് ഇറങ്ങിപ്പോയി. അതടോ, ഇല്ലത്ത് പിറന്ന നായർ. ഇല്ലത്തിലും നായർ പിറക്കും. അതെങ്ങനെ പിറന്നോ എനിക്കറിയില്ല. പക്ഷെ ഇല്ലത്ത് പിറന്ന നായർ, അതാണ് പ്രിയദർശന്റെ കണ്ടുപിടുത്തം. അതായത് ഇല്ലത്ത് പിറന്ന നായന്മാര് പെമ്പിള്ളേരൊന്നും അങ്ങനെയൊന്നും നോക്കൂല. ചെ ബാക്കി എല്ലാ അഹന്മാരും, ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയി കഴിഞ്ഞാലും, അതായത് ഹിന്ദുത്തിന്റെ ഏത് വകഭേദ ഈഴവനായി കഴിഞ്ഞാലും, SC ST അതായത് താഴ്ന്ന ദളിതരായി കഴിഞ്ഞാലും, ബാക്കി എല്ലാവന്മാരും ഈ പെണ്ണിന്റെ തുണി മാറ്റുന്നത് നോക്കിയിരിക്കും. അത് ഇല്ലത്ത് പറഞ്ഞ നായർ നോക്കൂല. ഇത് പോടാ കോപ്പെ, ഓരോ ഒലക്കയുടെ മൂടൽ സിനിമയിൽ ഉണ്ടാക്കി വെച്ചേക്കുക. അത് കണ്ട് കൈയടിക്കാൻ കുറെ എണ്ണന്മാർ. കാലങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പൊ എന്റെ മനസ്സിലേക്കുന്ന ചോദ്യം അത്. ഒരു സോഷ്യൽ സ്റ്റഡീസ് ടീച്ചറായിട്ട് കുട്ടികളെ, അതായത് മതേതരത്വവും ഇതൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ കിടന്ന ഒരു ചോദ്യം, ഏതാ ഇല്ലത്ത് കിടന്ന നായർ. ഇന്ന് ജനൽ TVന്റെ ചെയർമാനായി നടക്കുന്ന സംഗി ഗുണാപ്പൻ, അവൻ കോപ്പി എടുക്കാണ്ട് ഏതെങ്കിലും ഒരു പടം ഉണ്ടാക്കിയിട്ടുണ്ട്. കോപ്പി ദർശനം തന്നെയല്ലേ അവന്റെ പേര്. ഇങ്ങനെ മാത്രം കോപ്പി അടിച്ച് കാണേണ്ട ഇംഗ്ലീഷ് പടം, ഹിന്ദി പടം അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചുണ്ടാക്കുന്ന ഇവൻ എന്ത് ഐഡന്റിറ്റി ഉള്ളത്? കള്ളന്മാർക്കുള്ള നമ്പർ 1 ഐഡന്റിറ്റി, അല്ലാണ്ട് വരുന്നവരെ. അപ്പം ചന്ദ്രലേഖ എന്ന് പറഞ്ഞ പടം ഒന്ന് ഓർത്തെടുത്താണ് കേട്ടോ. ഓക്കെ, ഗുഡ് നൈറ്റ്.